ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം വെച്ചുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു മാമ്പഴ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ബോളിലോട്ട് 2 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഈ പച്ചരി നന്നായിട്ട് കഴുകിയ ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ ഒരു 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് പിന്നീട് ഇത് അരച്ചു ചേർക്കാം. അപ്പോൾ എന്തായാലും നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു 4 മണിക്കൂർ ഈ ഒരു പച്ചരി കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഓക്കെ, അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് കഴുകി കളയാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 പഴുത്ത മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ശർക്കര പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 5 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/2 കപ്പ് മൈദ. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ശർക്കര പാനിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ശർക്കര പൊടിച്ചതാണല്ലോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു 1/4 കപ്പ് വെള്ളം ഇവിടെ ചേർത്ത് കൊടുത്തത്. നിങ്ങളിവിടെ ശർക്കര പാനിയാണ് എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ സ്റ്റേജിൽ ഒഴിച്ച വെള്ളം നിങ്ങൾക്ക് ഇവിടെ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ശർക്കര പാനിയുടെ വെള്ളമയം കൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് കുതിർത്തെടുക്കാൻ സാധിക്കുന്നതാണ്, മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ വെള്ളം നമുക്ക് അരയ്ക്കുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്ന് അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ വെള്ളവും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തെങ്കിൽ പോലും ഇത് അരച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു 1/4 കപ്പ് വെള്ളം പോരാ. എനിക്കിതെല്ലാം കൂടെ അരച്ചെടുക്കാൻ വേണ്ടി 1 കപ്പിനടുത്ത് വെള്ളം വേണ്ടി വന്നു. അത് ഞാൻ ബാച്ചസ് ആയിട്ടാണ് ഇത് അരച്ചത്. 2 ബാച്ചായിട്ടാണ് ഇത് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തത്. അപ്പോൾ 2 ബാച്ചും കൂടെ അരയ്ക്കാൻ വേണ്ടി ടോട്ടൽ എനിക്ക് വേണ്ടി വന്നത് 1 കപ്പ് വെള്ളമാണ്. നമുക്ക് അരച്ച് കിട്ടുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഒഴുകി വീഴുന്ന ടൈപ്പിലുള്ള കൺസിസ്റ്റൻസി, നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം ഉപയോഗിക്കേണ്ടി വരുമോ അത്രത്തോളം വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒറ്റയടിക്ക് എല്ലാ വെള്ളം കൂടെ ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവം ആക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിലെല്ലാം അരച്ച് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം പെട്ടെന്നൊന്ന് പൊങ്ങി വരാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൂടെ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് വറുത്ത എള്ളും അതുപോലെ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്ക്കകത്തിട്ട് വറുത്തെടുത്തതാണ് ഇത്. അപ്പം കറുത്ത എള്ളും അതുപോലെ തേങ്ങാക്കൊത്തുമാണ് ഞാൻ ഇതുപോലെ നെയ്ക്കകത്തിട്ട് വറുത്തെടുത്തത്. അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുക്കാമെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. അപ്പം 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും നമ്മൾ ചേർത്ത സോഡാപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് ആക്ടിവേറ്റ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ എണ്ണയിലോട്ട് ഈ മാവ് കോരി ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് പൊങ്ങി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് കോരി ഒഴിക്കാവുന്നതാണ്. അപ്പം എണ്ണയൊന്നും നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു തവി ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ഇതുപോലെ കോരി ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് ഉപയോഗിച്ചാണ് ഇതുപോലെ കോരി ഒഴിക്കുന്നത്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സൈഡ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. അത്തരത്തിൽ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കിട്ടി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് ഇതിന് കിട്ടേണ്ടത്. സത്യം പറഞ്ഞാൽ ഒരുപാടൊന്നും ഗോൾഡൻ കളർ നമുക്ക് കിട്ടത്തില്ല. മാങ്ങ ചേർത്തുകൊണ്ട് തന്നെ ഒരു യെല്ലോ കളറിലായിരിക്കും നമുക്ക് ഇതൊന്ന് കിട്ടുന്നത്. യെല്ലോ എന്ന് വെച്ചാൽ പ്യുവർ അല്ല, ഗോൾഡൻ യെല്ലോ കളറിലായിരിക്കും നമ്മുടെ ഉണ്ണിയപ്പം കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ മറു സൈഡും കൂടെ തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് പിന്നീട് ഇത് മറു സൈഡും കൂടെ ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5-10 മിനിറ്റോ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഉണ്ണിയപ്പം ഇത്തരത്തിലൊന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മാങ്ങയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.